ഹലോ, ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് കുട്ടികൾക്കുള്ള ഈ ഒരു പാൻറ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. സീറോ സൈസിലുള്ള ഒരു പാൻറ്റാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യണത്, സ്റ്റിച്ച് ചെയ്യണത് എന്നുള്ളത് നോക്കാം. കോട്ടൺ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടായിട്ട് ഇതേപോലെ തന്നെ മടക്കി വയ്ക്കുക. ഡ്രസ്സിൽ നിന്ന് അളവെടുത്തിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ അരവണ്ണം നോക്കുക. അപ്പോൾ ഈ എലാസ്റ്റിക് ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് നമ്മൾ എത്രയാണോ ഇവിടുത്തെ മെഷർമെൻറ്റ് എന്നുള്ളത് നോക്കുക. അപ്പോൾ എനിക്കിവിടെ 12 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് 12 അല്ലെങ്കിൽ ഒരു 13 അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഇനി അളവ് ഡ്രസ്സ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ തുറന്നിട്ടുള്ള ഭാഗം ഏതാണെന്ന് നോക്കുക. അളവ് ഡ്രസ്സ് എടുത്തതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഈ ഒരു രീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ നമ്മൾ മാറ്റിയതിന് ശേഷം വേണം ഈ അളവ് ഡ്രസ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പാൻറ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ അടിയിൽ കുറച്ച് വീതിയിൽ മടക്കി തയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഇട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ സൈഡിൽ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു പോർഷനിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് വെട്ടിയെടുക്കുക. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 പീസ് നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നുണ്ടാവുക. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണത് എന്നുള്ളത് നോക്കാം. ആദ്യം അടിഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടിഭാഗം ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഞാനിവിടെ ഇത്ര വീതിയിലാണ് മടക്കി സ്റ്റിച്ച് ചെയ്യണത്. കുറച്ചും കൂടി വീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കുക. 2 പീസിൻ്റെയും അടിഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ 2 പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 പീസും നമുക്കിനി മറച്ചെടുക്കണം. അപ്പോൾ ഇതേ രീതിയിൽ മറച്ചെടുക്കുക. മറച്ചെടുത്തതിന് ശേഷം ഈ 2 പീസും ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ മറച്ചെടുത്തിട്ട് ഇതിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ അടുത്ത പീസിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉൾഭാഗം വേണം പുറത്തേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ഒരു ഭാഗം യോജിപ്പിച്ചപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ യോജിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ബാക്കി പോർഷൻ ഇതേ രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ എലാസ്റ്റിക് വെക്കുന്ന ഒരു പോർഷനാണ് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മുകൾ ഭാഗത്ത് ഈ ഒരു ഏരിയ ഇതേപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം വീണ്ടും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. ഇതുപോലെ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യാതെ മാറ്റി വയ്ക്കണം. ഇതിൽ കൂടെ വേണം നമുക്ക് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലൂടെ എലാസ്റ്റിക് ഇതേപോലെ എടുക്കുക. അത് നമുക്ക് എത്രയാണോ കറക്റ്റ് വണ്ണത്തിന് വേണ്ടതെന്നുണ്ടെങ്കിൽ എടുത്തതിന് ശേഷം ഇതേപോലെ എലാസ്റ്റിക് വെച്ച് കൊടുക്കുക. എലാസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ നന്നായിട്ട് കെട്ടിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഏരിയനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക.
സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. വളരെ എളുപ്പമാണ് നമുക്ക് കുട്ടികളുടെ പാൻ്റ് ആണെങ്കിലും ട്രൗസർ ആണെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്